67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കൊടിയിറങ്ങി. ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൽ നിന്നും ആതിഥേയരായ തിരുവനന്തപുരം ജില്ല ഏറ്റുവാങ്ങി. മലപ്പുറമാണ് ഇത്തവണയും അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാർ. ട്രാക്കിലെയും ഫീൽഡിലെയും അനന്തപുരം ഒഴിഞ്ഞു. 7 നാൾ നീണ്ട പോരാട്ടത്തിൽ പ്രഥമ സ്വർണ്ണക്കപ്പിൽ ആതിഥേയരായ തിരുവനന്തപുരം തന്നെ മുത്തമിട്ടു. മുഖ്യമന്ത്രിയുടെ ഗോൾഡ് കപ്പ് ഏറ്റുവാങ്ങുന്നു തിരുവനന്തപുരം ജില്ല. ട്രാക്കിൽ വേഗം കൂട്ടി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മലപ്പുറം തന്റെ അത്ലറ്റിക്സ് കിരീടം തുടർച്ചയായി ഇത്തവണയും സ്വന്തമാക്കി. ചാമ്പ്യന്മാർക്കുള്ള ട്രോഫികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സമ്മാനിച്ചു. 20,000 students have participated. It is not a small event. Participation of 20,000 students and managing their events every day for last 8 days itself is a big achievement. And that is the reason why wholeheartedly I congratulate you all people here. Because of you this has happened. Sports is always there in our lives. Sports doesn't mean winning every time. Every time we do not get medals. We do not get trophies or cups. Participation of myself in the sports itself is an achievement. പ്രത്യേകതകൾ ഏറെയുണ്ട് ഇത്തവണ. ചരിത്രത്തിലാദ്യമായി കായികമേളയിൽ 30 കടന്നു റെക്കോർഡുകൾ. അർഹരായ കുട്ടികൾക്ക് വീടൊരുക്കാൻ പദ്ധതി വന്നു. റെക്കോർഡ് തിരുത്തിയ ദേവപ്രിയയെയും അതുലിനെയും സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. വിജയിച്ചവരെയും പരാജയപ്പെട്ടവരെയും ഒരുപോലെ ചേർത്ത് നിർത്തി. ഒളിമ്പിക്സ് മാതൃകയിൽ മറ്റൊരു കായികമേള കൂടി ഇവിടെ കൊടിയിറങ്ങുകയാണ്. കണ്ണൂരിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു വിജയമാണ്. നമ്മൾ തുടർന്നും കണ്ണൂരിലും ഇത് തുടർച്ചയായിട്ട് ജനം, തിരുവനന്തപുരം.